Hey gamers, it's me Atil had you watching Minecraft videos. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസുമായിട്ടാണ് ഗേസ്. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഒന്നാമത്തെ എപ്പിസോഡ് ആരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, എല്ലാവരും പോയി കാണുക. അപ്പോൾ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ വലിയ നമ്മൾ ഗോൾ ലിസ്റ്റ് ഒന്നും വായിക്കില്ല ഗേസ്, കാരണം നമുക്ക് ആകെ ഒരു ഗോളുള്ളൂ. നമുക്കിന്ന് സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാം ഗേസ്. ഞാൻ പറഞ്ഞാൽ അത് സ്റ്റാർട്ടർ ബേസ് അല്ല കേസ്, അത്യാവശ്യം വലിയൊരു ഹൗസ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. എല്ലാ സ്റ്റോറേജും കിച്ചണും എല്ലാം ഉള്ളൊരു ഹൗസ് നമ്മൾ ഉണ്ടാക്കാൻ പോകണം കേസ്. പിന്നെ ഞാൻ വേറൊരു അപ്ഡേറ്റ് കാണിച്ചത് കേസ്, നമ്മൾ അന്നാൾ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഈ മൂന്നെണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേസ്. പിന്നെ ഞാൻ ഓഫ് ക്യാമറ എന്നിട്ട് ഞാൻ ഇവിടെ ബീട്രൂട്ട് നമ്മൾ ആ വില്ലേജിൽ നിന്ന് പോയി എടുത്തിരുന്നു. എന്നിട്ട് ഞാൻ ബീട്രൂട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കേസ്. ഓക്കെ, നമുക്കപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കണ്ട് ഫസ്റ്റ് ഈ വീഡിയോ നമുക്ക് ഇത് മൊത്തം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത് കേസ്. ഓക്കെ, നല്ല ഐശ്വര്യം ഉണ്ടാവും കേസ്. ഓക്കെ, ഇത് ഫുള്ളോടെ ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക് തിരിച്ച് പ്ലാൻ ചെയ്യാം ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ ഹൗസ് ഉണ്ടാക്കാൻ ഞാൻ ടൈം ലാപ്സ് ഉണ്ടാക്കി ഇട്ടില്ല ഗൈസ്. ഞാൻ അപ്ഡേറ്റ് കാണിച്ചില്ല, ഞാൻ കുറച്ചുണ്ടാക്കി ഞാൻ കാണിച്ചില്ല, അങ്ങനെ കാണിച്ചത് ഗൈസ്. അല്ലെങ്കിൽ കുറേ ഡ്യൂറേഷൻ കൂടും ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ടോട്ടലി 2 സ്റ്റാക്ക് ആൻഡ് 22 പൊട്ടറ്റോ ഇട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് മൊത്തം റീപ്ലാൻ ചെയ്തേക്കാം. പിന്നെ ഗേസിക്ക് വേറൊരു ഐഡിയ ഉണ്ട്, സെൻട്രൽ എന്തായാലും ഒഴിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കൊരു സ്റ്റോറേജ് റൂം പോലെ സെറ്റ് ചെയ്യുക ഗേസ്, ഒരു സ്റ്റോറേജ് ടവർ പോലെ സെറ്റ് ചെയ്ത ചെറിയ പ്ലാൻ ഉണ്ട്. അതെങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക ഗേസ്. ഓക്കെ, നമുക്ക് മൊത്തം റീപ്ലാൻ ചെയ്ത ഗേസ്. ഓക്കെ, അപ്പോൾ കേസ് ഞാൻ ബാക്കിയൊന്ന് ഫുള്ളായിട്ടൊന്ന് കൾട്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തേ. ഓക്കെ കേസ്, നമ്മളിങ്ങനെ മൊത്തം ഇവിടുന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ റീപ്ലാൻ ചെയ്തിട്ട് കേസ് മൊത്തം കേട്ടോ. പിന്നെ കേസ് നമുക്ക് നമ്മൾ ഇന്ന് ഈ സ്റ്റാർട്ടർ ഹൗസ് ഉണ്ടാക്കാൻ പോകുന്നത്, അതിനുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 70 days ആയിട്ടാൽ തന്നെ ഞാൻ കുറേ എക്സ്പ്ലോർ ചെയ്ത് കേസ്, കുറേ എക്സ്പ്ലോർ ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതവിടെ ഡാർക്ക് ഓക്ക് ഉണ്ട്, സ്പ്രൂസ് ഉണ്ട്, പിന്നെ എനിക്ക് മാംഗ്രോവ്സ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു നല്ല വുഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേസ്. പിന്നെ അങ്ങനെ ഞാനിതാ ഇത്രയും ഐറ്റംസ് ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് എക്സ്റ്റീരിയർ മാത്രമുണ്ട് കേസ്, ഇതൊന്നും നമുക്ക് ഇൻറ്റീരിയർ വേറെ ചെയ്യണം. പിന്നെ ഞാൻ അവിടെ ചെറിയ കുറച്ച് കോബിൾ സ്റ്റോണും ഡീപ്പ് സൈറ്റൊക്കെ മൈൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ച് ചെറിയൊരു സാധനം സെറ്റ് ചെയ്ത് തന്നു. ഇത് വലുതായിട്ടൊന്നുമില്ല ഗൈസ്, നമുക്കിത് വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്കിത് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വേറെ മൈനിങ് സെറ്റപ്പ് ഡിസൈൻ ചെയ്തെടുക്കാം ഗൈസ്. ഓക്കെ, പിന്നെ പ്ലാനിങ് ഗൈസ്. ഓക്കെ, പിന്നെ നമ്മളെ വില്ലേജിൽ പോയിട്ട് നമുക്ക് ഒരു വില്ലേജ് നമ്മൾ സിൽ ടച്ച് ആക്കിയിട്ട് ഗൈസ്. നമുക്ക് കാരണം നമുക്ക് ഇവിടെ ഗ്രാസ് ബ്ലോക്ക് വേണം ഗൈസ്, ഗ്രാസ് ബ്ലോക്ക് നമുക്ക് ചെടി നടാൻ വേണ്ടി ഗ്ലാസ് ബ്ലോക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സിൽ ടച്ച് അടുത്ത് നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത്രയ്ക്കാണ് ഇങ്ങനെ ചെയ്തത്. നമ്മൾ കുറേ ഗ്രൈൻഡ് ചെയ്താൽ പിന്നെ കുറേ കേവിനൊക്കെ പോയി കേസില്ലേ, കുറേ അയണൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഇനിയും ആയത് ഇവിടെ നമ്മളവിടെ കുറേ വുഡൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ കേസ് ഞാൻ വീട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതാ ഒരു ഈ ഭാഗത്ത് കേസ്, കാരണം അവിടെ നിന്നാണ് സൂര്യൻ ഉദിക്കുക. അപ്പോൾ നമുക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ സെറ്റപ്പായിട്ട് നമ്മളെ വീട് ഇങ്ങനെ ഒന്ന് ഇതായി ഇരിക്കും കേസ്. ഒന്നും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും, അല്ലെങ്കിൽ കേസ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും, അതാണ് പ്ലാന്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഒരു ഔട്ട്ലൈൻ ഉണ്ട് കേസ്, ഔട്ട്ലൈൻ ഒന്ന് വരച്ചിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക കേസ്. ഓക്കെ, അപ്പോൾ കേസ് ഇതാണ് നമ്മൾ ഔട്ട്ലൈൻ വരുന്നത്. ഇതിൻ്റെ പ്ലാൻ ഞാൻ കുറച്ച് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് വീട് ഉണ്ടാക്കുമ്പോൾ. ആ പ്ലാനിന് വരുമ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ലൈൻ വരുന്നത്. ഇനി വുഡൊക്കെ വെച്ച് വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമുള്ളത് എല്ലാം റെഡി ആയി വരും. ഞാൻ ഇനി ഇതിൻ്റെ മറ്റേ ലോഗോ വെച്ചിട്ട് ഇതാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് കാണിക്കാൻ നോക്കാം കേസ്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ചധികം ചെയ്ത് ചിലപ്പോൾ കാണിക്കുള്ളൂ, ചിലപ്പോൾ ഞാൻ ലോഗോ വെച്ചിട്ട് ചിലപ്പോൾ കാണിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ കേസ് ഇതാണ് നമ്മൾ അപ്പോൾ കേസ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ച് വുഡ് വെച്ചിട്ട് ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഒരുവിധം കുറച്ച് പണിഞ്ഞു കേസ്. എൻ്റെ പ്ലാൻ വെച്ചിട്ട് ഞാൻ ചെറുതായി ഒരു അരമണിക്കൂർ പ്ലാൻ ഉണ്ടാക്കിയത് വീടുണ്ടാക്കുള്ളത്. അതിനനുസരിച്ച് ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കിയിട്ട് കുഴപ്പമില്ല. ഇന്ന് റൂഫും പിന്നെ ബാക്കി എല്ലാതൊന്നും സെറ്റായി വന്നാലും ഓക്കെ ആണ് കേസ്. ഉൾഭാഗമൊന്നുമില്ല കേസ്. ഞാൻ ഇൻറ്റീരിയർക്ക് ഒന്നും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, ചിലപ്പോൾ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അടുത്ത 3rd എപ്പിസോഡിലാകുമ്പോൾ ഇൻറ്റീരിയർ ഉണ്ടാവും കേസ്. ഓക്കെ, പിന്നെ ഞങ്ങൾക്ക് വേറൊരു കാര്യം കളിക്കണം കേസ്. എനിക്ക് സിൽട്ടച്ചിൻ്റെ ബുക്ക് കിട്ടണം, നമുക്ക് ആ വില്ലേജിൽ പോയിട്ട് നമുക്ക് കാണിക്കാം. ഫസ്റ്റ് ഞാൻ ഈ റൂഫൂണൊന്ന് കേട്ടു കേസ്. റൂഫൂണ് ഞാൻ ഫുൾ വീട് ഒന്ന് സെറ്റാക്കി കാണിച്ചത്. എക്സ്റ്റീരിയർ കേസ്, ഇൻറ്റീരിയർ അല്ല എക്സ്റ്റീരിയർ മൊത്തം ഞാനൊന്ന് കാണിക്കാം കേസ്. ഈ റൂഫ് കൂടി കഴിഞ്ഞിട്ടൊക്കെ ഇതിന് ചെറിയ പണികൾ തോന്നുന്നു. റൂഫ് കുറച്ച് വലിപ്പമുണ്ട്, എന്നാലും കുഴപ്പമില്ല കേസ്. ഞാനപ്പോൾ ഇതൊന്ന് തീർക്കട്ടെ.
എക്സ്റ്റീരിയർ അങ്ങനെ മൊത്തം നമ്മൾ തീർത്തിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട് ഗേസ്. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിയും ഞാൻ പ്ലാനിൽ ഉണ്ടായതിനെക്കാട്ടിയും ഒരു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗേസ്. നമുക്ക് ഹങ്കർ ബാർ പറഞ്ഞു, അത് നോക്കിയില്ല. നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പം നമുക്ക് അതിനിടയിലില്ലേ ഗേസ്, ഞാൻ വീടിൻ്റെ ഇടയിൽ കുറേ രണ്ട് പട്ടികൾ ഇങ്ങനെ ഓടി വന്നു ഗേസ്. അപ്പോൾ ഞാൻ അവരെ ടേം ചെയ്ത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടാക്കും അനുയോജ്യമായ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ നല്ല നോക്കിയിട്ട് എന്തായാലും അവർക്ക് ഇടാം ഗേസ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഇതിൽ സൈഡിൽ ഒരു സ്റ്റേബിൾ ഉണ്ടാക്കാനുള്ള സ്ഥലം കൂടെ ഉണ്ടാകും. അപ്പോൾ ആ സ്റ്റേബിൾ കൊണ്ട് ഉണ്ടാക്കി ഗേസ്, ഒരു ഡിസൈനൊക്കെ വെച്ചിട്ട് ഈ സൈഡ് ഒരു വെറുതെ ഇങ്ങനെ ബ്ലാങ്ക് ആയി കിടക്കുന്നല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേബിൾ ഉണ്ടാക്കി ഗേസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പേരും നിങ്ങൾ കമൻറ്റ് ആക്കുക ഗേസ്. ഓക്കെ, അപ്പോൾ ഗേസ് നമ്മൾ വേറൊരു സാധനം ചെയ്യാൻ പോണ്. നമ്മൾക്കിങ്ങനെ ഈ ഐഡൻറ്റി മൊത്തം നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റണം. അതിന് വേണ്ടി നമ്മൾ മാപ്പ് സെറ്റാക്കാൻ പോകണം ഗേസ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ബിൽഡ് എവിടെയൊക്കെ വരണം നമുക്ക് പെട്ടെന്ന് നമുക്ക് അത് സെറ്റാക്കാൻ പറ്റും ഗേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാപ്പ് സെറ്റ് ചെയ്യാൻ പോകണം ഗേസ്. നമ്മൾ അപ്ഡേഷനൊക്കെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും ഗേസ്. നമ്മൾ ഓരോ ബിൽഡ് ഉണ്ടാക്കിയാൽ അതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ബിൽഡും പിന്നെ എങ്ങനെ മാറി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഗേസ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മാപ്പ് സെറ്റാക്കിയത്. ഓക്കെ, അപ്പോൾ ഞാൻ മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗേസ്. അപ്പോൾ അത് കേസ് ഞാൻ അതിന് 9 മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വാള് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിന് വേണ്ടി വേറെ ബിൽഡ് ഉണ്ടാക്കും. ഒന്നിന് നമ്മൾ ഇതിൻ്റെ ഒരു അടിയിൽ ബങ്കർ പോലെ സെറ്റ് ചെയ്യും. ഓക്കെ അങ്ങനെ നമ്മൾ രാവിലെ ആക്കിയിട്ട് ഇനി നമുക്ക് ബാക്കി നോക്കാം. നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത കേസ് മാപ്പ് നോക്കട്ടെ. ഓക്കെ, ഒരു സൈഡിക്ക് പോലെ വന്നിട്ട് കഴിക്കും. നമുക്ക് ഈ മാപ്പ് സെൻറ്ററിൽ വെക്കാം കേസ്. ഓക്കെ, സെൻറ്ററിൽ വരുന്ന പോലെയാണ് എൻ്റെ പ്ലാൻ. സെൻറ്ററിൽ കേസ് ആ ഭാഗത്ത് കുറച്ച് സെറ്റ് ആയിട്ടില്ല. അപ്പം നമ്മൾ ആ ഭാഗം പോയി കുറച്ച് സെറ്റ് ചെയ്യണം. സെൻറ്ററിൽ വന്ന് ശരിയാവും അറിയില്ല കേസ്. ഈ അതിൻ്റെ സെൻറ്റർ ഭാഗം വന്നാലേ റെഡി ആവുള്ളൂ. നോക്കാം, നമുക്ക് ഈ ഒരു അടിഭാഗത്താകുമ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഇന്ന് ഫസ്റ്റ് നമുക്ക് ഇതിപ്പോൾ ലോഡായി കേസ് നല്ലത്. ഇതിപ്പോൾ എങ്ങടാ? ഓക്കെ, അങ്ങോട്ട് കേസ് നമുക്ക് അങ്ങോട്ട് പോവാം. ആ ഭാഗത്ത് കുറച്ച് ലോഡാവാൻ ലോഡായി തോന്നുന്നു. നമുക്ക് പോയി വെച്ച് നോക്കാം. ഇത് സെൻറ്ററിൽ വന്നാൽ റെഡി ആവില്ല കേസ്. അപ്പോൾ നമുക്കൊരു സൈഡിലേക്ക് വരുന്ന പോലെ സെറ്റാക്കാനാണ് ഞാൻ നല്ലതെന്ന് തോന്നുന്നു. ഒരു അടിഭാഗത്ത് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റാക്കിയാലേ വരട്ടുള്ളൂ. ഈ ഐലൻഡ് അല്ലെങ്കിൽ മൊത്തം കവർ ആവില്ല കേസ്. ഇപ്പോൾ സെൻറ്ററിൽ വെക്കാം, നല്ലത്. ഇപ്പോൾ സെൻറ്ററിൽ വെക്കാം, പിന്നെ നോക്കാം ഇട്ടേക്ക്. നമുക്ക് ഈ സൈഡിൽ പോവാം. ഇതെടുക്കുക. നമ്മളിതാ ഇങ്ങനെ നമ്മൾ നേരെ പോയി എന്നിട്ട് അതിൽ റൗണ്ട് ആവണ അത് ഇപ്പോൾ ആരാവല്ലേ കേസ്. റൗണ്ട് ആയിട്ട് കുറച്ച് ഇങ്ങനെ പോവുക, റൗണ്ടായിട്ടും കുറച്ച് കൊണ്ട് പോവുക. അപ്പോഴാണ് അത് കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഈ മാപ്പ് തന്നെ വീണ്ടും കോപ്പി ആവും കേസ്. നമ്മൾ വെറുതെ മാപ്പ് ഉണ്ടാക്കിയത് വെറുതെ ആവും. ഓക്കെ, നമുക്ക് കുറച്ചധികം പോവാം. ഓക്കെ, ഇത് മതിയാവും വിചാരിക്കുന്നു. നമുക്ക് ഉണ്ടാക്കിയേക്കാം. ഓക്കെ ഇതിലൂടെ ഇതെന്താ നമ്മൾ ഫാം കേസ് അവിടെ ലോഡായിട്ട് കേസ്. നമുക്ക് ആ അറ്റ ഭാഗവും ലോഡാക്കാം. നമുക്ക് ആ ഭാഗം ലോഡാക്കാം കേസ്. ഓക്കെ, നമുക്ക് ആ ഭാഗം അറ്റ ഭാഗം ലോഡാക്കാം. കുറച്ച് പോകുമ്പോൾ തന്നെ ലോഡാവും. ഓക്കെ, ലോഡായിട്ട് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് തിരിച്ചു പോയി വെച്ചിട്ട് നോക്കാം. അല്ലെങ്കിൽ വേണ്ട കേസ്, നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം നോക്കാം. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? ഓപ്പോസിറ്റ് ആണ്. നമുക്ക് ഓപ്പോസിറ്റ് പോയേക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആകുമ്പോൾ പിന്നെ റെഡി ആകുമെന്നാണ് എൻ്റെ ഊഹം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ഓപ്പോസിറ്റ് ലോഡാക്കാം. ഓപ്പോസിറ്റ് നമ്മൾ കുറച്ചധികം പോകേണ്ടി വരും മിക്കവാറും. അപ്പോൾ തുടങ്ങിങ്ങനെ കേസ് നമുക്ക് ഇനി ബോട്ടൊന്നും ഉണ്ടാക്കുന്ന കേസ്.
ഓക്കെ ഏകദേശം ഇപ്പോൾ എത്തിയിട്ട് എൻ്റെ പ്ലാൻ പറഞ്ഞാൽ ഒരു അടിപൊളി ഈ ഐലൻഡ് മൊത്തം ബിൽഡോട് നിറയ്ക്കുക. പിന്നെ പറ്റുമെങ്കിൽ വേറൊരു ഐലൻഡ് എടുത്തിട്ട് നമ്മളവിടെ ഫാമിംഗ് ഐലൻഡ് സെറ്റ് ചെയ്യാൻ പ്ലാൻ കേസ്. അങ്ങനെ സെറ്റ് ചെയ്യാൻ പ്ലാൻ. പിന്നെ നമുക്ക് കുറച്ച് കസ്റ്റം വില്ലേജസ് ഉണ്ടാക്കണം പറ്റുമെങ്കിൽ. എനിക്ക് ജാപ്പനീസ് ടൈപ്പ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഒരു മിഡീവൽ വില്ലേജ് ഉണ്ടാക്കണം. പിന്നെ പറ്റുമെങ്കിൽ വേറെ ടൈപ്പ് ഒരു വില്ലേജ് ഉണ്ടാക്കാം കേസ്. ഓക്കെ മിഡീവലും ജാപ്പനീസും. പിന്നെ നമുക്ക് വേറെ ടൈപ്പൊന്നും ഇല്ലല്ലോ. നോക്കാം നമുക്ക് കേസ്. ഫ്യൂച്ചറിൽ വരണ്ടല്ലേ, നമുക്ക് ഫ്യൂച്ചറിൽ നോക്കാം. ഓക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തേക്കാം. ഓക്കെ അതടുത്ത് നമുക്ക് ലോഡാൻ പറ്റും. നമ്മൾ ആ ഭാഗം ലോഡാകണം ശരിക്കും. അത് പോണ വഴിക്കാം. നമുക്ക് ലോഡാക്കി പോകണം. ഇവിടെ ഒരു അടിപൊളി പ്ലേസ് ഉണ്ട്. ഈ സംഭവം ഇവിടെ തന്നെ പറ്റുമെങ്കിൽ ഞാൻ ഇതാക്കേണ്ടി വരുമായിരിക്കും. ഓക്കെ ഇതൊരു അടിപൊളി പ്ലേസ് അല്ലോ, നമുക്ക് നോക്കാം. പക്ഷെ മല ഉണ്ട് കേസ്. മല ഈ മല പ്രശ്നം. ഓക്കെ അതിലൂടെ തന്നെ നമുക്ക് ഇനി ഇതൊന്ന് പോയി വെച്ചോക്കെ കേസ്. അപ്പോൾ എങ്ങനെയാണ് ഇരിക്കണമെന്ന് നോക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം കേസ്. ഓക്കെ ഓക്കെ നമുക്ക് നമുക്കത് പോയി വെച്ച് നോക്കാം കേസ്. ഓക്കെ നമുക്കിനി അത് പോയി വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് വന്നിക്കുന്നത്. നമ്മൾ ഐലൻഡ് സെൻറ്ററിൽ വന്നിട്ടില്ല. അപ്പോഴും നമുക്ക് കുറച്ച് ഭാഗം മൊത്തം മിക്കവാറും ഓഷനാകും. അപ്പോൾ നമ്മൾ ഓഷൻ എന്ത് ചെയ്യുന്നത് നമുക്കറിയാം. ഓഷനിൽ വല്ല ഷിപ്പോ അങ്ങനെല്ലാം ഉണ്ടാക്കാം കേസ്. അല്ല വേറെ ഒന്നുമില്ല. ഓക്കെ ഇത് സെൻറ്ററിൽ വെക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ അല്ലേ. യെസ് കറക്റ്റ്. അയ്യോ ഓക്കെ ഇപ്പം ഏകദേശം കറക്റ്റായി. ഇനി നമുക്ക് ബാക്കിയും കൂടി വന്നാൽ ഓക്കെ ആവണം. ഓക്കെ നമുക്ക് ഈ ഇതല്ലേ ഇപ്പോൾ സെൻറ്ററിലേക്ക് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ആക്കിയാലോ. അപ്പോൾ കേസ് നമുക്ക് ഇത് വെച്ച് നോക്കാം. ഇനി നമുക്ക് ഇത് വെച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് ഫുൾ വണ്ടി പോകണം. അപ്പോൾ കേസ് നമ്മൾ ഈ 3 മാപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം നോക്കാം കേസ്. ഓക്കെ നമുക്ക് ഇനി ഇങ്ങടല്ലേ. യെസ് നമുക്ക് അങ്ങോട്ട് പോവാം കേസ്. അപ്പോൾ എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ പോയിട്ട് വേറെ മാപ്പ് സെറ്റാക്കാം കേസ്. ഓക്കെ നമുക്ക് നേരെ നടക്കാം. ഇത് വട്ടാക്കി കുറച്ചുകൂടി പോകണം കേസ്. ഞാൻ കൈയാക്കിയിട്ട് കുറച്ചുകൂടി പോകും. പിന്നെ മതിയായിരിക്കും മിക്കവാറും. ഓക്കെ 4th മാപ്പ്. ഇതിൻ്റെ ആ ഭാഗം കുറച്ച് ലോഡായുണ്ട്. നമ്മൾ പോണ ഭാഗം തന്നെ നമ്മൾ ലോഡാവണം കേസ്. ലോഡാവാത്തിരിക്കണുള്ളൂ. അതുകൊണ്ട് ഭാഗ്യം. ഈ ബെഡ്റോക്കാണ് ചെറിയ ലാഗൊക്കെ വന്ന് തുടങ്ങി കേസ്. ഭ്രാന്ത് മാപ്പ് വേർഡിൻ്റെ ലെമ്പി കൂടുമ്പോൾ ലാഗ് കൂടും കേസ്. ഭ്രാന്ത്. ഓക്കെ എല്ലാം തുടയ്ക്കും. രണ്ടോടെ തുടങ്ങും. ഓക്കെ അതിലോടായി. നമുക്കിനി ബേസ് പോയിട്ട് ഇതുകൊണ്ട് വെച്ച് നോക്കാം. എന്നിട്ട് ഇതുകൊണ്ടല്ല നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് പോയിസ് ഇതിൻ്റെ പോയപ്പോൾ നമ്മൾ ഞാൻ അങ്ങോട്ട് പോവാം. എന്നിട്ട് അവിടെ പോയിട്ട് മാപ്പ് ഉണ്ടാക്കാം. സെൻറ്റർ മാപ്പ് തന്നെ അല്ലേ. ഓക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റ് പോയിട്ട് മാപ്പ് ഉണ്ടാക്കുക കേസ്. അപ്പോൾ മിക്കവാറും കറക്റ്റ് ആവും. ഏകദേശം കറക്റ്റാവും കേസ്. അപ്പോൾ കേസ് നമ്മൾ ഒന്ന് റെക്കോർഡ് ഓഫായി പോയി കേസ്. നമ്മൾ 5ാമത്തെ മാപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാണ്. 5ാമത്തെ ഇവിടെ അതാണ് 5ാമത്തെ മാപ്പ്. നമുക്ക് ആ മുക്ക് കൂടി അങ്ങോട്ട് ലോഡാക്കാം കേസ്. ഓക്കെ
കേസ് ഞാൻ ഒരു കാര്യം ചെയ്ത കേസ് ഞാൻ എല്ലാ മാപ്പും ഒന്ന് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത കേസ് അത് നല്ലത്. തന്നെ കുറേ ഡ്യൂറേഷനായി കേസ്. ഞാൻ ബേസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും മാപ്പിന് ഇരിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇത് മൊത്തം മാപ്പ് ഞാൻ സെറ്റാക്കിയിട്ട് ഞാൻ എല്ലാ വാളും വെച്ചിട്ട് ഞാൻ കാണിക്കുക കേസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ 3x3 മാപ്പാണ് സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേസ് ഇപ്പോഴും കൊണ്ട് നമ്മുടെ ഐലൻഡ് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഒന്ന് 4x4 ആക്കിയാലോ വിചാരിക്കുക കേസ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ നമ്മളെ ഡാർക്ക് ഓക്ലോസ് അങ്ങനെ വെച്ചിട്ടുണ്ട് വാള്. ഞാൻ മിക്കവാറും അങ്ങനെ ആക്കും കേസ്. അപ്പോൾ നിങ്ങളെന്നാൽ അതിൻ്റെയും കൂടി ഒന്ന് വെയിറ്റ് ആക്കി തന്നെ അത് ഇങ്ങോട്ട് സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം കേസ്. അതാണ് നല്ലത്. എന്തായാലും ഇപ്പോൾ കുറേ മിനിറ്റായി കേസ്. അപ്പോൾ നമ്മൾ അതും കൂടി സെറ്റാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. ഓക്കെ ഇനി ബാക്കി ഭാഗം ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും കേസ്. അപ്പോൾ ഞാനത് വിചാരിച്ചു പിന്നെ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ എഡിറ്റൊക്കെ ചെയ്യണം കേസ്. അപ്പോൾ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫ് ക്യാമറ ചെയ്തിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം കേസ്. ഓക്കെ അത് നല്ലത് കേസ്. അപ്പോൾ നമുക്ക് ഞാൻ പ്ലാനും അടുത്ത വീഡിയോയിൽ ഞാൻ പ്ലാനും പറയാം കേസ്. രാത്രി ഒന്ന് പോയി ഉറങ്ങാൻ പോവുകയാണെങ്കിൽ ഉറങ്ങാം. അതിൻ്റെ ബെഡ് എൻ്റെ കേസ്. ഞാൻ അത് മാപ്പ് അപ്ഡേറ്റ് ആക്കാൻ പോകുമ്പോൾ ഞാൻ കയ്യിൽ വെച്ച് പോയി. ഓക്കെ വീഡിയോ രാത്രി. അപ്പോൾ കേസ് ഞാനിന്ന് ഇപ്പം നമ്മൾ വീഡിയോ വിളിച്ചൊക്കെയുണ്ട്. ഓക്കെ കേസ്, അപ്പം നമ്മൾ നമ്മളെ മാപ്പിൻ്റെ ഇത്ര ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ 4 ഇന്ത്യയിൽ ഒരു മാപ്പ് ഉണ്ടാക്കാനുള്ള അയൺ കഴിഞ്ഞു കേസ്. അയണൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓഫ് ക്യാമറയിൽ വന്നിട്ട് ഞാൻ ചെയ്തൊരു അടുത്ത എപ്പിസോഡിൽ കാണിക്കുക കേസ്. വീഡിയോ ഞാനിന്ന് എൻ്റെ ബേസ് ഞാൻ എക്സ്റ്റീരിയർ ഫുള്ള് കംപ്ലീറ്റ് ആക്കി. പിന്നെ ഞാൻ മാപ്പിൻ്റെ സാധനം തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ബിൽഡും സെറ്റാക്കണം. ഞാൻ മിക്കവാറും അടുത്ത എപ്പിസോഡിൽ കേസ് ഞാൻ വില്ലേജർ ബ്രീഡർ അല്ല ഉണ്ടാക്കുന്നത്. ഞാൻ അടുത്ത എപ്പിസോഡിൽ മിക്കവാറും ഒരു വൂൾ ഫാം ഉണ്ടാക്കും. പിന്നെ എൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്യണം ഞാൻ. കാരണം നമുക്ക് അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ 20 ബെഡിന് വേണം കേസ്. അപ്പോൾ 20 ബെഡ് ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം വൂൾ വേണം. പിന്നെ വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കണമെങ്കിൽ കുറേ ബെഡ് വേണം, അതിനും വൂൾ വേണം കേസ്. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു 5-6 GB പറ്റിയൊരു വൂൾ ഫാം സെറ്റാക്കണം. പറ്റുമെങ്കിൽ നെതറിൽ പോകണം കേസ്. നെതറിൽ പോയിട്ട് കോഴ്സ് എടുക്കണം കേസ്. ഒബ്സർവർ വേണം ഷീപ്പ് ഫാം ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ മിക്കവാറും നെതറിലും പോകും. അതാവും മിക്കവാറും അടുത്ത എപ്പിസോഡ്. പിന്നെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആക്കണം എൻ്റെ ബേസിൻ്റെ. അതാവും മിക്കവാറും അടുത്ത എപ്പിസോഡ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ കേസ്. ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് മീ അറ്റിൽ ഹാറ്റ് signing out. Bye guys.